സേതുമാധവൻ ആ കത്തി ഇപ്പോഴും താഴെ വെച്ചിട്ടില്ല. 37 വർഷങ്ങൾക്കിപ്പുറം ഇന്നും മലയാളികൾ നെഞ്ചിലേറ്റുന്ന കഥാപാത്രം സേതുമാധവൻ. ആരാ ഈ സേതു? നമ്മുടെ പുതിയൊരു പോലീസുകാർ അച്ഛന്മാരില്ലേ, അങ്ങേരുടെ മോന. ഒരു നടൻ എന്ന നിലയ്ക്ക് തന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായ കിരീടത്തിലെ സേതുമാധവൻ പുത്തൻ സാങ്കേതിക വിദ്യകൾ കോർത്തിണക്കി ജൂലൈ മാസത്തിൽ 4K ദൃശ്യമികവോടെ ഡോൾബി അറ്റ്മോസിൽ നമ്മുടെ മുന്നിലേക്കെത്തുകയാണ്. 1989 പുറത്തിറങ്ങിയ ചിത്രം 37 വർഷങ്ങൾ പിന്നിടുമ്പോഴും അതിലെ ഓരോ കഥാപാത്രങ്ങളും ഇന്നും ഓരോ മലയാളികളുടെയും മനസ്സിൽ എവിടെയൊക്കെയോ ജീവിച്ചിരിക്കുന്നു. രാമപുരത്ത് മഴ നനയുന്ന ആ അന്തിച്ചന്തയിൽ വെച്ച് കീരിക്കാടൻ ജോസിനെ കുത്തിമലർത്താനായുമ്പോൾ സേതുവിന്റെ കത്തിമുനയിൽ പാതിയിൽ തീർത്ത ഒരു പ്രണയത്തിന്റെ ഹൃദയരക്തം കൂടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അയാളുടെ കുത്തിന് ഇത്രയും ഊക്കുണ്ടായതും. ജോസിന്റെ നെഞ്ചിലേക്ക് ഓരോ തവണ കത്തിയിറക്കുമ്പോഴും സേതു ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു, ഇതെന്റെ ജീവിതം കളഞ്ഞതിന്, ഇതെന്റെ അച്ഛനെ കരയിച്ചതിന്, ഇതെന്റെ പെണ്ണിനെ ദൂരെയാക്കിയതിന്. സേതുവിന്റെ പെണ്ണ് അപ്പോഴേക്കും എത്രയോ ദൂരത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ അത്രയും അരികിലുണ്ടായിരുന്നവൾ അവനായി എന്നോ പറഞ്ഞു വെച്ചവൾ സേതുവിന്റെ മുറപ്പെണ്ണ് ദേവി. അവർ ഒരുമിച്ച് വളർന്നവരാണ്, ഒരേ കാറ്റ് കൊണ്ടവർ, ഒരു കിനാവ് കണ്ടവർ, ഒരേ മാമ്പഴക്കാലത്തിലേക്ക് ഒരുമിച്ച് നടക്കാൻ ആശിച്ചവർ. ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നായരുടെ മകൻ സേതുമാധവന് തൊട്ടരികെയുണ്ടായിരുന്ന SI പദവി. അച്ഛന്റെ പ്രിയപ്പെട്ട ആ തമ്മാടി ട്രെയിനിങ് കഴിഞ്ഞ് സബ് ഇൻസ്പെക്ടറായി മുറപ്പെണ്ണിനെയും കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു. പക്ഷേ എത്രയും വേഗം സേതു തന്നെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് മാത്രമേ ദേവി പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അതുതന്നെയായിരുന്നു സേതുവിന്റെ മോഹവും. അതുകൊണ്ടല്ലേ ഒരിക്കൽ സേതു ദേവിയുടെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞത്, അത് ഞാൻ തന്നെ വിചാരിക്കണം. ട്രെയിനിങ് കഴിഞ്ഞാൽ പിറ്റേന്ന് കല്യാണം, 9 മാസം 10 ദിവസം കഴിയുമ്പോൾ ഒരു കുട്ടി സേതു. അതത്ര പെട്ടെന്നൊന്നും വേണ്ട. ആ ഒരു കാര്യത്തിൽ കാലതാമസം പാടില്ല. അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ദേവി, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി സേതു, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ദേവി, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി സേതു. അങ്ങനെ 100 വർഷം കഴിയുമ്പം ഒരു കൗരവ പട. അവൾ പൊട്ടിച്ചിരിച്ചു. സേതുവും. അത് ചിരിയുടെയും സ്വപ്നത്തിന്റെയും പൂക്കാലമായിരുന്നു. അധികം വൈകാതെ കൊലക്കുറ്റത്തിന് താൻ ജയിലിലാകുമെന്നും പിന്നെ അങ്ങോട്ടുള്ള ഏകാന്തതയുടെ ആയിരക്കണക്കിന് രാത്രികളിൽ ഉറക്കം വരാതെ കിടക്കുമ്പോൾ ആ കൗരവപ്പടയെക്കുറിച്ച് ഓർക്കുമെന്നും സ്വയം മറന്ന് ചിരിക്കുമെന്നും പിന്നെ എല്ലാം ഓർത്ത് കരയുമെന്നുമൊക്കെ അപ്പോഴെങ്ങനെ സേതു അറിയാൻ? അച്യുതൻ നായർക്ക് സ്ഥലം മാറ്റമായപ്പോൾ കുടുംബവും കൂടെ പോയി. അന്ന് ആരും കേൾക്കാതെ ദേവിയോട് മാത്രമായി യാത്ര പറയുമ്പോൾ സേതു ഇതും പറഞ്ഞിരുന്നു, രാമപുരം അത്ര ദൂരെയൊന്നും അല്ലല്ലോ, എനിക്ക് എപ്പോ വേണേലും ഇവിടെ വന്നൂടെ. അങ്ങനെ സേതു കുടുംബത്തോടൊപ്പം രാമപുരത്തെത്തുന്നു. ദൂരെയാണെങ്കിലും ദേവി അരികിലുണ്ടെന്ന പ്രതീക്ഷയോടെ, താൻ സബ് ഇൻസ്പെക്ടറാകുമെന്ന് അച്ഛൻ എല്ലാ രാത്രികളിലും കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയോടെ. എല്ലാ പ്രതീക്ഷകളും അങ്ങനെ തന്നെ സംഭവിക്കുമായിരുന്നു. സേതു കീരിക്കാടൻ ജോസിനെയും കൂട്ടാളിയെയും കണ്ടില്ലായിരുന്നുവെങ്കിൽ അച്ഛനെ കീരിക്കാടൻ നടു റോഡിലിട്ട് പട്ടിയെ പോലെ തല്ലുന്നത് മകന് കണ്ടു നിൽക്കാനാവുമോ? ആ നീചനെ കയ്യിൽ കിട്ടിയ കമ്പി വടി കൊണ്ട് സേതു അടിച്ചു വീഴ്ത്തുന്നു. ഒടുവിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ജോസിന്റെ അടുത്ത് പ്രതിജ്ഞയേറ്റവനെ പോലെ തിരയടങ്ങി നിൽക്കുന്ന സേതുവിനെ കെട്ടിപ്പിടിച്ച് കരച്ചിലൂടെ അച്യുതൻ നായർ പറഞ്ഞു പോകുന്നു, എല്ലാം നശിപ്പിച്ചല്ലോടാ നീ, എല്ലാം കളഞ്ഞല്ലോടാ. നാട്ടിലെ ഏറ്റവും കുപ്രസിദ്ധനായ ഗുണ്ടയെ തല്ലി വീഴ്ത്തിയവനാണ് പിന്നെ കേമൻ. കീരിക്കാടൻ ജോസിനെ ICUവിൽ എത്തിച്ച സേതുവിനെ പിന്നെ രാമപുരത്തിന് പേടിക്കാതിരിക്കാനായില്ല. അപ്പോഴും സേതു മാത്രം വിങ്ങലോടെ അറിയുന്നു, എല്ലാ സ്വപ്നങ്ങളും കൈവിട്ടു പോവുകയാണ്. അച്ഛന്റെ സ്വപ്നം, ദേവിയുടെ സ്വപ്നം. ഒരു ചട്ടമ്പിക്ക് മകളെ കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്കും മനസ്സ് വന്നില്ല. ആവുന്നിടത്തോളം പിടിച്ചു നിന്നു ദേവി. പക്ഷേ കാര്യമുണ്ടായില്ല. മറ്റൊരാളുമായി അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ദേവി പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് കാണാൻ വന്ന സേതുവിനോട് അവൾ അപ്പോഴും പറഞ്ഞു, ഞാൻ സമ്മതിക്കില്ല, എന്നെ കൊണ്ടുപോകണം, ഈ നിമിഷം ഞാൻ വരാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അത് നടക്കില്ല, ഞാൻ തയ്യാറല്ല. എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. നീ എനിക്ക് നഷ്ടപ്പെടണം, അല്ലെങ്കിൽ നീ എനിക്കൊരു ബാധ്യതയാവും. പിന്നെ സേതു ദേവിയെ കാണുമ്പോഴേക്കും അവൾ വിവാഹിതയായി കഴിഞ്ഞിരുന്നു. കീരിക്കാടൻ ചവിട്ടി വീഴ്ത്തിയ സേതുവിന്റെ അമ്മയെ കാണാൻ ആശുപത്രിയിലെത്തിയതായിരുന്നു അവൾ. ദേവി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാനൊരുങ്ങുമ്പോൾ സേതു പറഞ്ഞു, കാണണമെന്നൊരാശയുണ്ടായിരുന്നു, അതും നടന്നു. ധാരാളം കുട്ടികളോടൊപ്പം ദേവി ഇരിക്കുന്ന ഒരു സ്വപ്നം കണ്ടിരുന്നു ഒരിക്കൽ നമ്മുടെ കൗരവപ്പട. അവർ ഇരുവരും ഒരുമിച്ച് കണ്ടിരുന്ന ആ ഒരേ സ്വപ്നത്തിലിരുന്നു പിറക്കാതെ പോയ കുട്ടികൾ ശ്വാസം മുട്ടിക്കരയുന്നത് ദേവിയും സേതുവും അന്നേരം കേൾക്കുകയായി. ദേവിയോട് ഒടുവിലത്തെ സ്വപ്നവർത്തമാനവും പറഞ്ഞ് മരിച്ചവനെന്ന പോലെ ശൂന്യനായി കാലിടറി കണ്ണിടറി മഴയിലൂടെ സേതു നടന്നുപോയി അന്തിച്ചന്തയിലേക്ക്. കീരിക്കാടൻ ജോസിനോട് പൊരുതാൻ, കൊതിതീരെ കൊല്ലാൻ.